ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഗവർണർ നടത്തിയത് നിയമസഭയോടുള്ള അവഹേളനമാണെന്നുകൂടി പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സജീവൻ ടെലിഫോൺ ലൈനിലുണ്ട്. എ സജീവൻ, വളരെ അസാധാരണമായ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തുന്നു. മുഖ്യമന്ത്രി നൽകുന്ന പൂച്ചെണ്ട് വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിച്ച് അത് പൂച്ചെണ്ട് സ്വീകരിച്ചെന്ന് വരുത്തി സഹായിക്ക് കൈമാറി സഭയ്ക്കകത്തേക്ക് കയറി നിയമസഭയ്ക്കകത്തെത്തി വലിയ രീതിയിലുള്ള അഭിവാദ്യങ്ങൾക്കൊന്നും തയ്യാറാകാതെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ആദ്യ വരികളും അവസാന വരികളും അവസാനിപ്പിച്ച് പ്രതിപക്ഷത്തെ പോലും അഭിവാദ്യം ചെയ്യാതെ അദ്ദേഹം സഭയിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു അസാധാരണമായ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? സത്യത്തിൽ ഇതിലെ അസാധാരണമായ ഒന്നുമില്ല. കാരണം ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ ഇരിപ്പ് വശം വെച്ചുകൊണ്ട് ഇത്രയും കാലത്തിനിടയിൽ അവര് പരസ്യമായിട്ട് സർക്കാരിനെതിരെ ഗവർണറും മുഖ്യമന്ത്രിക്കെതിരെ ഗവർണറും ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും എല്ലാവരും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചിട്ട് ഇത് അത്ഭുതമൊന്നുമില്ല. മാത്രമല്ല, ഇത് നേരത്തെ ഇത് ഞാൻ വായിക്കില്ല, ഇന്ന ഭാഗങ്ങൾ വായിക്കില്ല എന്നൊക്കെ പിടിവാശി എടുത്തിരുന്ന ഒരു ഗവർണർ നമുക്കറിയാം. ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം ഈ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് അത് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം പരിശോധിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. അതോടുകൂടി തന്നെ സർക്കാരിന്റെ നയത്തോട് പൂർണ്ണമായി യോജിപ്പാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. അദ്ദേഹം ഇത് അംഗീകരിച്ചിട്ടാണല്ലോ വായിക്കാനായിട്ട് അതിന്റെ പൂർണ്ണരൂപം വായിക്കാനായിട്ട് കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നീട് നമുക്കറിയാവുന്ന പോലെ ഈ സഭയിൽ എല്ലാ കാര്യങ്ങളും വായിക്കണമെന്നില്ല. ഇതിന്റെ കോപ്പി എല്ലാ അംഗങ്ങൾക്കും കിട്ടും. ഗവർണർ അവിടെ വന്നു എന്നുള്ളത് പ്രത്യേകത. നമ്മൾ പലപ്പോഴും അസാധാരണമായി മാറുമായിരുന്നത് ഗവർണർ അതിൽ പങ്കെടുക്കാതിരിക്കുക, നയപ്രഖ്യാപനം അംഗീകരിക്കാതിരിക്കുക, പല ഭാഗങ്ങളും വെട്ടണമെന്ന് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഗവർണർ ഇത് നയപ്രഖ്യാപനത്തിന് അനുമതി കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അത് അദ്ദേഹം വായിച്ചോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല, വായിക്കണമെന്നില്ല. അദ്ദേഹം അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗവർണറുടെ പ്രസംഗത്തിന്റെ ഭാഗമാണ്. പിന്നീട് അദ്ദേഹം വരുന്നു, അദ്ദേഹം പൂച്ചെണ്ട് വാങ്ങാതെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അസാധാരണത്വം കാണാം. അദ്ദേഹം വാങ്ങുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കില്ല എന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രി അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് പോലും മുഖത്ത് നോക്കാതിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. പ്രധാനമന്ത്രിയുടെ മുമ്പാകെ വെച്ചിട്ട് പോലും അദ്ദേഹം മോന്തെറിഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ വളരെ സൗഹൃദത്തോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ നിലപാടിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വന്നില്ല. പക്ഷെ അദ്ദേഹം ഈ സർക്കാരുമായിട്ട് നിയമപരമായ കാര്യങ്ങളിൽ ഏറ്റുമുട്ടൽ, അതായത് അദ്ദേഹം നയപ്രഖ്യാപനം പ്രസംഗം അംഗീകരിച്ചില്ല, നയപ്രഖ്യാപനത്തിന് തയ്യാറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഗവർണർ അദ്ദേഹം എടുക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം നിർവഹിക്കേണ്ട ചുമതലകൾ നിർവഹിച്ചിരിക്കുന്നു. പിന്നീട് അദ്ദേഹം ആളുകളോട് സംസാരിച്ചോ ചിരിച്ചോ അല്ലെങ്കിൽ പ്രസംഗം മുഴുവൻ വായിച്ചോ എന്നുള്ളതൊക്കെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം അത് അദ്ദേഹത്തിന്റെ മനോഭാവത്തിന്റെ ഭാഗമാണ്. പ്രതിപക്ഷത്തോട് അദ്ദേഹം സൗഹൃദം കാണിച്ചില്ല, ആരോടും യാത്ര പറയാതെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും പ്രശ്നമല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഇന്ന് നടക്കേണ്ട നിയമസഭയിൽ സമ്മേളനത്തിൽ ഇന്ന് നടക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ്. അത് അദ്ദേഹം നേരത്തെ തന്നെ അംഗീകരിച്ചതോടുകൂടി ഇപ്പൊ അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ധാരാളം പരാമർശങ്ങളുള്ള നയപ്രഖ്യാപനമാണ് ഉള്ളത്. അത് അംഗീകരിച്ചു എന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഇതിനോട് വിയോജിക്കാനോ ഇത് നയപ്രഖ്യാപനത്തിന്റെ പേരിൽ ഏറ്റുമുട്ടാനോ തയ്യാറില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. ശരി, ശ്രീ എ സജീവൻ, നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും ഗവർണറുടെ നടപടിയിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അദ്ദേഹം നൽകുന്ന സന്ദേശം ഇക്കാര്യത്തിൽ വളരെ പ്രധാനം തന്നെയാണ്. സർക്കാരുമായി ഒരു അനുനയത്തിന് ഇല്ല എന്നുള്ളൊരു സന്ദേശം നൽകാനായിരിക്കാം ഗവർണർ ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ടാവുക. എന്തായാലും എ സജീവൻ പറയുന്ന പോലെ ഒരു അസാധാരണ സാഹചര്യമൊന്നുമല്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് എ സജീവൻ പങ്കുവയ്ക്കുന്നത്. ഇത് പ്രതീക്ഷിച്ച ഒരു സാഹചര്യം തന്നെയാണ്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ ഗവർണർ നിറവേറ്റി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള നിരീക്ഷണമാണ്